നമസ്കാരം. PSC എക്സാമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയം നമ്മൾ സെലക്റ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തൊരു ടോപ്പിക്കാണ് കെപ്പൻസ് ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, വേൾഡ് ജോഗ്രഫിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് കെപ്പൻസ് ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ നല്ല സാധ്യതയുള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങളോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ദിസ് ക്ലാസിഫിക്കേഷൻ ഡിവൈഡ്സ് ക്ലൈമറ്റ് ഇൻറ്റു 5 മെയിൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇദ്ദേഹം ഈ കെപ്പൻ്റെ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷനിൽ ഇദ്ദേഹം ക്ലൈമറ്റ് ഗ്രൂപ്പ്സിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 മെയിൻ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ഗ്രൂപ്പിനെയും അദ്ദേഹം ഒരു സീസണൽ പ്രസിപ്പിറ്റേഷൻ്റെ ബേസിൽ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ സീസണൽ പ്രസിപ്പിറ്റേഷൻ, ടെമ്പറേച്ചർ ആൻഡ് വെജിറ്റേഷൻ. ഓക്കെ, അപ്പോൾ മഴയുടെയും ചൂടിൻ്റെയും സസ്യജാലങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 5 ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ക്ലൈമറ്റിക് ഒരു റീജിയനിൽ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഓരോ ഇംഗ്ലീഷ് ലെറ്റർ വെച്ചിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ABCDE, F ഇല്ല, G ഇല്ല, H ആണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് F ഇല്ല എന്ന് ഓർക്കണം. കെപ്പൻ്റെ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷനിൽ ABCDEH എന്നാണ് ഈ ഗ്രൂപ്പ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞാൽ H ആണ് പിന്നെ വരുന്നതെന്ന് ഓർക്കുക. ഓരോ ഗ്രൂപ്പിനെയും ഇദ്ദേഹം സബ് ഗ്രൂപ്പായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് വേറെ ലെറ്റേഴ്സ് വെച്ചിട്ട്. ഇങ്ങനെ FMWS എന്ന് പറഞ്ഞിട്ട് സബ് ഗ്രൂപ്പായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിലുള്ള ആ ഒരു 5 ഒരു ക്ലൈമറ്റിക് ഡിവിഷൻ എങ്ങനെയാണ്, 5 എങ്ങനെയാണ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് 5. അതിൽ ഓരോന്നും ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, അതിൽ സബ് ഗ്രൂപ്പ്സ് വരുന്നത് ഏതൊക്കെയാണ്, ആ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് A എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന, A ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ക്ലൈമറ്റിക് റീജിയൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള റീജിയനാണ്. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ A എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ഓക്കെ, B ഫോർ B റെപ്രസെന്റ്സ് ഡ്രൈ ക്ലൈമറ്റ് ആണ്, ഡ്രൈ ആണ്, അരിഡ് ക്ലൈമറ്റ് ആണ്. അപ്പൊ B ആണ് ഡ്രൈ എന്ന് ഓർക്കുക. ഓക്കെ, B ഫോർ ബോർ, അല്ലെ, ബോർ അടിക്കുന്നു, ഭയങ്കര ബോർ അടിച്ചു പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നു ഓർക്കുക. B ആദ്യം പഠിക്കുക. B എന്ന് പറഞ്ഞത് B ഭയങ്കര ബോറിംഗ് ആണ്, ഡ്രൈ ആണെന്ന് ഓർക്കുക. നമ്മൾ പറയല്ലോ ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ബോർ ആയിട്ടിരിക്കുക എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയണേ. B എന്ന് പറയുമ്പോൾ ഡ്രൈ ക്ലൈമറ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി C എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് കോൾഡ് എന്ന് പറയാൻ തോന്നും, പക്ഷേ ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ C കോൾഡ് അല്ല, നേരെ തിരിച്ചാണ്, വാം ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആണ് C എന്ന് ഓർക്കണം. Cയും Dയും ആണ് തിരിച്ചും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. C വാം ആണെങ്കിൽ D ആണ് കോൾഡ്. അപ്പോൾ C വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. D എന്ന് പറയുന്നത് കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ് ആണ്, ഭയങ്കര തണുപ്പാണ് Dക്ക്. Cയുടെ അടുത്തുള്ള Dക്കാണ് ഭയങ്കര തണുപ്പ്. ഓക്കെ, ഇനി E എന്ന് പറയുമ്പോൾ നോർമലി കോൾഡ് ക്ലൈമറ്റ്, കോൾഡ് സ്നോ ഫോറസ്റ്റ് ആണ് D. E ആണെങ്കിൽ കോൾഡ് ക്ലൈമറ്റ്. H നമുക്ക് ഓർക്കാൻ പറ്റും, ഹൈലാൻഡ് എന്ന് ഓർക്കാൻ പറ്റും, ഹൈലാൻഡ് ആണ്. അപ്പോൾ ആദ്യത്തെ A എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഹ്യൂമിഡ് ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് A പഠിച്ചു വയ്ക്കുക. Aയിൽ കോൾഡസ്റ്റ് മന്തിൽ, ഏറ്റവും തണുപ്പുള്ള മന്തിലുള്ള ഒരു ആവറേജ് ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും തണുപ്പുള്ള മാസങ്ങളിലും 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവറേജ് വരുന്നത്. ഏത് ക്ലൈമറ്റിൽ? ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ Aയിൽ 18 ഡിഗ്രി സെൽഷ്യസ് ആവറേജ് ടെമ്പറേച്ചർ ഉണ്ട്. B എന്ന് പറഞ്ഞാൽ B എന്ന് പറയുമ്പോൾ ഓർത്തോണം, ബോറാണ്, ഡ്രൈ ആണ്. B ആരിഡ് ആണ്, ഡ്രൈ ആണ്. ഓക്കെ, അപ്പോൾ B ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഡ്രൈ ക്ലൈമറ്റിൽ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഭയങ്കര ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇനി C എന്ന് പറയുമ്പോഴേക്കും C കോൾഡ് അല്ല, നേരെ ഓപ്പോസിറ്റ് വാം ആണ്. അങ്ങനെ ഓർക്കുക. C നമ്മുടെ വായിൽ കോൾഡ് വരും, നേരെ ഓപ്പോസിറ്റ് ഇട്ടേക്കുക, വാം ഇട്ടേക്കുക. ഓക്കെ, വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ഒരു -3 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 18 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ആ സമയത്തുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. -3 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 18 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഒരുപാട് ചൂടിലോട്ട് പോകില്ല, ഒരു വാം ക്ലൈമറ്റ് ആണ്. ഓക്കെ, -3 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 18 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് C പോകുന്നത്, വാം എന്ന് ഓർക്കണം. ഓക്കെ, D എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്, കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ് ആണ്. -3 താഴെയായിരിക്കും തണുപ്പ്, -3 താഴെയായിട്ടായിരിക്കും, മീൻസ് ടെമ്പറേച്ചർ -3 താഴെയായിരിക്കും D. E എന്ന് പറഞ്ഞാൽ കോൾഡ് ക്ലൈമറ്റ് ആണ്, അത് 10 ഡിഗ്രിക്ക് താഴെ തണുപ്പ് വരുമ്പോഴാണ്, 10 ഡിഗ്രിക്ക് താഴെയാണ് E എന്ന് പറഞ്ഞത്. H ഹൈലാൻഡ് ആണ്, അവിടെ ഭയങ്കര കോൾഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ പറയുമ്പോഴേക്കും നിങ്ങൾ പഠിക്കും. നോക്കിക്കോ, A എന്ന് പറഞ്ഞാൽ എന്താണ്? A ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒന്ന് നോക്കാണ്ടൊന്ന് ആലോചിച്ച് നോക്കി. A എന്താണ്? A ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, കോൾഡസ്റ്റ് മന്തിൽ 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. B എന്ന് പറയുമ്പോൾ B ബോറാണ്, ഡ്രൈ ആണ്, ഡ്രൈ ക്ലൈമറ്റ് ആണ്. B എന്ന് പറഞ്ഞാൽ ഡ്രൈ ആണ്, ചൂടാണ്. C എന്ന് പറയുമ്പോൾ
എന്താണ് വാം ആണ് അല്ലേ, വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ഏതാണ് ടെമ്പറേച്ചർ വരുന്നത്? -3ക്കും 18നും ഇടയ്ക്കാണ്. ഡി എന്ന് പറയുമ്പോൾ അപ്പം സി വാമാണ്, ഡി കോൾഡ് ആണ്. കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ് ആണ് ഡി എന്ന് പറഞ്ഞാൽ. -3നും താഴെയാണ്. അപ്പോൾ കോൾഡ് സ്നോ ഫോറസ്റ്റ് അല്ലാണ്ട് ജസ്റ്റ് കോൾഡ് ക്ലൈമറ്റ് ആണ് ഈ വരുന്നത്. -10ന് താഴെയായിട്ടാണ് ഈ വരുന്നത് കോൾഡ് ക്ലൈമറ്റ് ആണ്, 10ന് താഴെയായിട്ടാണ് വരുന്നത്. എച്ച് ഹൈലാൻഡ് ആണ്, അവിടെ ഭയങ്കര കോൾഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ABCD ഇതാണ് 5 മേജർ. പിന്നെ എച്ച് ഹൈലാൻഡ് ഉണ്ട്, കോൾഡ് ആണ് അവിടെ. അപ്പോൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുമ്പോഴേക്കും ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഡ്രൈ ക്ലൈമറ്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ കോൾഡ് ക്ലൈമറ്റ് ആണ്. പിന്നെ ഹൈലാൻഡ് ആണ് എച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അവിടെ കോൾഡ് ആണ്. ഓക്കെ, പിന്നെ സ്മോൾ ലെറ്റേഴ്സ് FMWS എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറയാം. എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ഡ്രൈ സീസൺ ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് എന്ന് ഓർക്കുക. ഫ്രിഡ്ജിൽ എപ്പോഴും തണുപ്പാണല്ലോ, ഡ്രൈ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. സ്മോൾ എഫ് നോ ഡ്രൈ സീസൺ ആണ്. പിന്നെ എം എന്ന് പറഞ്ഞാൽ എം ഫോർ മൺസൂൺ. അപ്പോൾ മൺസൂൺ ക്ലൈമറ്റ് ആണ് എം. ഡബ്ല്യു പേരിൽ തന്നെ ഉണ്ട്, വിന്റർ ഡ്രൈ ആണ് ഡബ്ല്യു. എസ് സമ്മർ ഡ്രൈ. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനെ ഓർക്കുക, അവിടെ ഡ്രൈ ഇല്ല, മീൻസ് അവിടെ എപ്പോഴും എന്താണ് തണുപ്പാണ്. സോ നോ ഡ്രൈ സീസൺ ആണ്. എം മൺസൂൺ ആണ്. പിന്നെ ഡബ്ല്യു വിന്റർ ഡ്രൈയും എസ് സമ്മർ ഡ്രൈയും ആണ്. ഓക്കെ, ABC ആൻഡ് ഡി ഇത് 4 കാണിക്കുന്നത് ഡിഗ്രി ഓഫ് സിവിയറിറ്റി ഓഫ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിൻ്റെ ആ ഒരു സിവിയറിറ്റി ഉണ്ടല്ലോ, ആ ഡിഗ്രി സിവിയറിറ്റി കാണിക്കുന്നതാണ് ABCD എന്നുള്ള 4 ലെറ്റേഴ്സ്. അപ്പോൾ കോപ്പൻഹേഗൻ്റെ ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷനിലെ ലെറ്റേഴ്സും അത് റെപ്രസെൻറ്റ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇദ്ദേഹം മെയിൻലി പ്രസിപ്പിറ്റേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും വെജിറ്റേഷൻ്റെയും ഒക്കെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഡ്രൈ ക്ലൈമറ്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ വാം ടെമ്പറേറ്റ് ക്ലൈമറ്റും, ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് സ്നോ ഫോറസ്റ്റ് ക്ലൈമറ്റും, ഇ എന്ന് പറഞ്ഞാൽ കോൾഡ് ക്ലൈമറ്റും ആണ്. പിന്നെ എച്ച് ഹൈലാൻഡിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്മോൾ എഫ് നോ ഡ്രൈ സീസൺ ആണ്, എം മൺസൂൺ, ഡബ്ല്യു വിന്റർ ഡ്രൈ, എസ് സമ്മർ ഡ്രൈ ആണ്. ABCD കാണിക്കുന്ന ടെമ്പറേച്ചറിൻ്റെ സിവിയറിറ്റിയുടെ ഒരു ഡിഗ്രി ഓഫ് സിവിയറിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള എന്താ അറിയോ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പുൽമേടുകളുടെ പേരിങ്ങനെ കണ്ടു. അപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. സാവന്ന പുൽമേടുകൾ എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയാണ്, ഓർത്തോളം. സാവന്ന പുൽമേടുകൾ ആഫ്രിക്കയിലാണ്. യൂറോപ്പിൽ കാണുന്നത് സ്റ്റെപ്പി പുൽമേടുകളാണ്. അപ്പോൾ സാവന്ന സ്റ്റെപ്പി രണ്ടുപേരും. സാവന്ന ആഫ്രിക്ക, സ്റ്റെപ്പി യൂറോപ്പ് കേട്ടോ. സ്റ്റെപ്പി യൂറോപ്പ് ഒരു പാ കണക്ഷൻ ഉണ്ടല്ലോ. സ്റ്റെപ്പി ക്ലൈമറ്റ് യൂറോപ്പാണ്, സാവന്ന ആഫ്രിക്കയാണ്. പിന്നെ പ്രയറീസ് നോർത്ത് അമേരിക്കയാണ്. പ്രയറീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്കയിലെ പുൽമേടുകളാണ് പ്രയറീസ് എന്ന് പറഞ്ഞത്. പ്രയറീസ് നോർത്ത് അമേരിക്കയാണ്. ഡൗൺ ഓസ്ട്രേലിയയുടെയാണ് ഡൗൺ. ഹംഗറിയുടെയാണ് പുസ്ത. നമുക്ക് ഹംഗറൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും പിസ്ത കഴിക്കാൻ തോന്നുന്നു, പാസ്ത കഴിക്കാൻ തോന്നുന്നു, ഒന്ന് കണക്ട് ചെയ്താൽ മതി. പുസ്ത ഹംഗറിയുടെയാണ്. ക്യാമ്പോസ് ബ്രസീലിൻ്റെയാണ്. ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ബ്രസീലിൻ്റെ ഫുട്ബോൾ ടീമൊക്കെ ഓർമ്മ വരുമല്ലോ. ഫുട്ബോൾ ടീമിൻ്റെ ക്യാമ്പ്, ബ്രസീലിലൊരു ക്യാമ്പ് ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ക്യാമ്പോസ് ബ്രസീൽ. പിന്നെ കാൻറ്റർബറി ന്യൂസിലാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു പുൽമേടുകളുടെ പേരൊന്ന് ഓർത്തോ. സ്റ്റെപ്പി യൂറോപ്പ്, സാവന്ന ആഫ്രിക്ക, പ്രയറീസ് നോർത്ത് അമേരിക്ക, ദെൻ ഡൗൺ ഓസ്ട്രേലിയ, പുസ്ത ഹംഗറി, ക്യാമ്പോസ് ബ്രസീൽ ആൻഡ് കാൻറ്റർബറി ന്യൂസിലാൻഡിലെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് തോന്നിയ കാര്യങ്ങളാണ്, അത് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണ് കെപ്പൻസ് ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് കമൻസും ഒക്കെ അറിയിക്കുക. മറ്റൊരു ക്ലാസ് വീണ്ടും കാണാം. അതുവരേക്കും